റിപ്പോർട്ട് ബ്രേക്കിംഗ്. വാളയാറിൽ മർദ്ദനമേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് ആൾക്കൂട്ട മർദ്ദനത്തിലെന്ന് പോലീസ്. ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ബാഗേലിനെ മർദ്ദനമേറ്റ അവശനായി കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. കള്ളൻ എന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ട മർദ്ദനം. കേസിൽ 5 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. BNS 103(2) പ്രകാരം ആൾക്കൂട്ട കൊലപാതകത്തിൽ വകുപ്പ് ചുമത്തി. രാംനാരായണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തും. ആരാണ് രാംനാരായണനെ മർദ്ദിച്ചതെന്ന് അറിയില്ലെന്നും ജോലി അന്വേഷിച്ചാണ് മുറിയിൽ നിന്ന് പോയതെന്നും ബന്ധു റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാംനാരായണന്റെ ബന്ധുവിനെ നമുക്കൊന്ന് കേൾക്കാം. वो आया था काम करने यहाँ पे, तो यहाँ पे काम उसको पसंद नहीं आया तो घर जाने के लिए निकला था. तो रास्ता नया था, वो अनजान था, यहाँ भाषा समझता नहीं था, वो रास्ता भटक गया था. भटकने के बाद में अभी स्टेशन से फ़ोन आया हमें कि आपका भाई ऐसे ऐसे थाने में है, आप आओ. आने के बाद में यहाँ पे पता चला कि उसको किसी ने मार करके गली पे छोड़ दिया. അഷ്കർ കരീബയുണ്ട്. അഷ്കർ കരീബ, മധുവിൻ്റെ മരണത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ ഞെട്ടിച്ച സംഭവമാണ്. അത് വാളയാറിലാണ് നടന്നത്. കള്ളൻ എന്ന് വിളിച്ചാണ്. അന്ന് ഭക്ഷണം മോഷ്ടിച്ചതിനാണ് മധുവിനെ നാട്ടുകാർ അട്ടപ്പാടിയിൽ തല്ലിക്കൊന്നതെങ്കിൽ ഇവിടെ കള്ളൻ എന്ന് വിളിച്ചാണ് ഈ രാംനായർ ബാഗേലിനെ തല്ലിക്കൊല്ലുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 കൊച്ചു കുഞ്ഞുങ്ങളും കൂടിയുണ്ട്. നാട്ടിലോട്ട് പോകാനിരിക്കെയാണ് നാട്ടുകാർ തല്ലിക്കൊന്നത്. മാത്രമല്ല, ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു മോഷണ സാധനവും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മധുവിനെ പോലെ അതിനേക്കാൾ ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി മാറുകയാണോ ഈ ആൾക്കൂട്ട കൊലപാതകം? അഷ്കർ അലി, ഗുഡ് മോർണിംഗ്. അതിക്രൂരമായ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഒരാളുടെ ജീവൻ കൂടി കേരളത്തിൽ കവർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് മോഷണ കുറ്റം ആരോപിച്ചാണ് ജോലി തേടി ഈ നാട്ടിലേക്ക് എത്തിയ ഒരു മനുഷ്യനെ നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിച്ച് സ്വീകരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ച ഒരു മനുഷ്യനെ ഇത്തരത്തിൽ അതിദാരുണമായി കൊലപ്പെടുത്തിയതെന്ന് പറയേണ്ടി വരും. ഈ മനുഷ്യൻ ആദ്യമായിട്ടാണ്, ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ബാഗേൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് 4 ദിവസം മുമ്പാണ് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെത്തി പാലക്കാട് കിൻഫ്രയ്ക്ക് സമീപം അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ഒരാളുടെ കൂടെ ഇവിടെ നിലവിൽ 6 മാസം മുമ്പ് എത്തി ഇവിടെ ജോലി ചെയ്ത് വരികയായിരുന്ന ഈ ബന്ധുവിൻ്റെ കൂടെയാണ് താമസിച്ചു വരുന്നത്. അതിനിടയിൽ ജോലിക്ക് വേണ്ടി ഓരോ ദിവസം പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ രാംനാരായൺ ബാഗേലിനെ പിന്നീട് വഴി തെറ്റിയ ശേഷം പിന്നീട് ഇയാൾക്ക് റൂമിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ജോലി അന്വേഷിച്ച് ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ എന്നാൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. പുതുശ്ശേരി പഞ്ചായത്തിലെ അട്ടപ്പള്ളത്ത് വെച്ചാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മോഷണം നടത്തി അവിടുത്തെ വീടുകളിൽ കയറി മോഷണം നടത്തിയെന്ന് ആരോപിച്ച് അതിക്രൂരമായ രീതിയിൽ ആൾക്കൂട്ട വിചാരണ നടത്തി തന്നെ ഇത്തരത്തിൽ മർദ്ദിക്കുകയും ചോര വാർന്ന് അവശനായ നിലയിൽ പിന്നീട് ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തന്നെ ഇയാൾ മരിക്കുകയും ചെയ്തു. മരണത്തിന് തൊട്ടു മുമ്പ് ഡോക്ടറോടക്കം തന്നെ ഇത്തരത്തിൽ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു എന്ന കാര്യങ്ങളടക്കം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഈ ബന്ധുവിനോട്, ഈ രാംനാരായൺ ബാഗേലിൻ്റെ ബന്ധുവിനോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ഇവരുടെ രാംനാരായണൻ്റെ ആരും തന്നെ ഇവിടെ നാട്ടിലില്ല. ഭാര്യയും കുട്ടികളും ഒക്കെ തന്നെ ഛത്തീസ്ഗഡിലാണുള്ളത്. 4ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികൾ മാത്രമാണുള്ളത്. പാവപ്പെട്ട ഒരു കുടുംബമാണ്. ജോലി തേടി ആവശ്യാർത്ഥം ഒരു ജോലി ലക്ഷ്യം വെച്ച് സ്വപ്നം കണ്ടുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തിയതെന്നാണ് ഈ ബന്ധു ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണത്തിലേക്ക് നയിച്ച ഈ മർദ്ദനത്തിൻ്റെ കാരണങ്ങളടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. അരുൺ, രാമനാരായണൻ ഭയ്യ എന്നായിരുന്നു ഇയാളുടെ പേര്. 5ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികൾ ഇയാളെ നാട്ടിൽ കാത്തിരിപ്പുണ്ട്. ഇയാൾ ജോലി തേടി നമ്മുടെ നാട്ടിൽ വന്നതാണ്. നമ്മൾ അയാളെ വിളിച്ചത് അതിഥി തൊഴിലാളി എന്നാണ്. അയാൾ മദ്യപിച്ച നിലയിലായിരുന്നു. അതിനൊന്നും കുറ്റകൃത്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടം പോലെ മദ്യഷാപ്പുകളുള്ള നാടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇയാളെ തല്ലിക്കൊല്ലുമ്പോൾ കള്ളൻ എന്ന് വിളിച്ച് തല്ലിക്കൊന്നതിന് ശേഷം കയ്യിൽ നിന്ന് ഒരു മോഷണ സാധനവും ഇവർക്ക് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. നാട്ടിലേക്ക് തല്ലിക്കൊന്ന നീചന്മാരുടെ ബന്ധുക്കളും ഒരുപക്ഷെ അന്യനാട്ടിലുണ്ടാവില്ലേ? കഷ്ടം തന്നെ എന്ന് കൊച്ചുമോളെ പോലെ ഒരു പ്രേക്ഷക പറയുന്നു. ശരിയല്ലേ? നമ്മളുടെയൊക്കെ ബന്ധുക്കൾ മറ്റു നാട്ടുകളിലില്ലേ? നമ്മളെയൊക്കെ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് മനുഷ്യത്വത്തിന് നിരക്കുന്നതാണോ എന്നുള്ളതാണ്. സഹജീവി സ്നേഹം വേണം, സാഹോദര്യം വേണം എന്നൊക്കെ എത്ര തവണ നമ്മൾ പറയുന്നു, ഭരണഘടനയിൽ തന്നെ എഴുതി വയ്ക്കുന്നു. പക്ഷേ ഇപ്പോഴും മനുഷ്യനെ നമുക്ക് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കാനും തല്ലിക്കൊല്ലാനും എന്തൊരു താല്പര്യമാണ് ചിലർക്ക്.